ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്? പോളിനോമിയലിൻ്റെ 10 years പ്രീവിയസ് ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ചോദ്യം എഴുതിയെടുക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ള ചോദ്യം ഫൈൻഡ് ദ സീറോസ് ഓഫ്, ക്വസ്റ്റ്യൻ ഏതാ? ഫൈൻഡ് ദ zeros of 3x square minus 2. 3x square minus 2 and verify the relationship between zeros and coefficients. Zeros and coefficients. ഇതാണ് നമ്മളെ അടുത്ത ക്വസ്റ്റ്യൻ. നോക്കുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് 3x square minus 2 എന്നാണ് നമ്മളെ പി ഓഫ് എക്സ്. അപ്പോൾ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ശ്രദ്ധിക്കല്ലാരോ, ഇതിന് നമുക്ക് √3x ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. എന്തുകൊണ്ട് അങ്ങനെ എഴുതാൻ കാരണം √3ൻ്റെ സ്ക്വയർ ആണ് 3, എക്സിൻ്റെ സ്ക്വയർ ആണ് എസ് സ്ക്വയർ മൈനസ് ഇതിന് നമുക്ക് √2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. കാരണം √2ൻ്റെ സ്ക്വയർ ആണ് 2. അപ്പോൾ ഈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് ഫാക്ടറൈസ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? √3x പ്ലസ് √2 ഇൻറ്റു √3x മൈനസ് √2 ഇങ്ങനെയാണ് കിട്ടുക. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇനി ഒന്നാമത്തെ ടേമിൽ നിന്ന് √3x പ്ലസ് √2ൻ്റെ വാല്യൂ 0 ആവാൽ, ഇത് 0 ആയി കഴിഞ്ഞാൽ 0 ഇൻറ്റു ദിസ് ബ്രാക്കറ്റ് ഈക്വൽ 0 ആവും. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? √3x ഈക്വൽ ടു മൈനസ് √2, എക്സ് ഈക്വൽ ടു മൈനസ് √2 ബൈ √3. ഇതാണ് ഒരു 0. അതേപോലെ അടുത്ത 0 എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് √3x മൈനസ് √2 ഈക്വൽ ടു 0, √3x ഈക്വൽ ടു √2, ഇതിനപ്പുറത്തോട്ട് പോകുമ്പോൾ ഇങ്ങനെ വരും, എക്സ് ഇസ് ഈക്വൽ ടു √2 ബൈ √3 ഇങ്ങനെ കിട്ടും. ഈ രണ്ട് വാല്യൂസാണ് നമ്മുടെ രണ്ട് സീറോസ്. ഇനി ഇപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിച്ചു. ഇനി രണ്ടാമത്തെ എന്താ? വെരിഫൈ. ഇവിടെ ഇനി ശ്രദ്ധിക്കുക, ഈ പോളിനോമിയൽ പി ഓഫ് എക്സ് എന്താണ്? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x സ്ക്വയർ പ്ലസ് 0x, മിഡിൽ ടേം ഇല്ല, അതുകൊണ്ട് 0x മൈനസ് 2 എന്നാണ്. ഇനി നമ്മൾ ഒന്നാമത്തെ വെരിഫിക്കേഷൻ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു മൈനസ് ബി ബൈ എ എന്നാണ് നമുക്ക് ഒന്നാമത്തെ വെരിഫിക്കേഷൻ ചെയ്യേണ്ടത്. എന്താണ് ആൽഫ പ്ലസ് ബീറ്റ? ഇതാണ് ആൽഫ. ആൽഫ ഈക്വൽ ടു മൈനസ് √2 ബൈ √3, ബീറ്റ ഈക്വൽ ടു √2 ബൈ √3. അപ്പോൾ നമുക്കിതിൻ്റെ സമ്മ് നോക്കൂ. ഇതിൻ്റെ സമ്മ് എന്താണ്? ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 എന്നാണ് കിട്ടുക. കാരണം ഇതൊന്ന് മൈനസ് ആണ്, ഇതൊന്ന് പ്ലസ് ആണ്, 0. ഇനി നമുക്ക് മൈനസ് ബി ബൈ ആണല്ലോ, മൈനസ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ 0 ആണ്, ബൈ എ എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ നമുക്ക് 0 എന്ന് കിട്ടും. കാരണം 0ന് നെഗറ്റീവ് പോസിറ്റീവ് ഒന്നുമില്ല, സോ ദ വാല്യൂ 0. അപ്പോൾ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റയും 0 കിട്ടി, മൈനസ് ബി ബൈ എ 0 കിട്ടി. ദെർഫോർ ദിസ് റിസൾട്ട് ഈസ് വെരിഫൈഡ്. ഇതാണ് ഒന്നാമത്തെ വെരിഫിക്കേഷൻ. ഇനി രണ്ടാമത്തെ വെരിഫിക്കേഷൻ എന്താണ്? ആൽഫ ബീറ്റ ഈക്വൽ ടു സി ബൈ എന്നിട്ടോ അല്ലേ? ആൽഫ ബീറ്റ എന്താണ്? ഈ രണ്ട് വാല്യൂൻ്റെ പ്രൊഡക്റ്റാണ്. അപ്പോൾ ആൽഫ ബീറ്റ ഈക്വൽ ടു മൈനസ് √2 ബൈ √3 ഇൻറ്റു √2 ബൈ √3. √2 ഇൻറ്റു √2 എന്ന് പറഞ്ഞാൽ 2 എന്നാണ് വരിക, √3 ഇൻറ്റു √3 3 എന്നാണ് വരിക. ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് 2/3. ഇതാണ് ആൽഫ ബീറ്റ. ഇനി സി ബൈ എ എത്രയാണ്? വാട്ട് ഈസ് സി ആക്ച്വലി ഹിയർ? -2 ആണ്. എ എന്ന് പറഞ്ഞാലോ 3 ആണ്. അപ്പോൾ സി ബൈ എയും ഇതേ വാല്യൂ ആണ്. സോ ബോത്ത് റിസൾട്ട്സ് ആർ വെരിഫൈഡ്. ദിസ് ഈസ് ദ വെരിഫിക്കേഷൻ ഓഫ് ദിസ് പ്രോബ്ലം. എല്ലാവരും നോട്ടിലേക്ക് എഴുതിയെടുക്കുക. ഓക്കെ, യെസ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. Question number 2.
ഫൈൻഡ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ whose zeros are whose zeros are 3 plus root 2 comma 3 minus root 2. ഇതാണ് എൻ്റെ സീറോസ്. അപ്പോൾ നമുക്ക് സം is equal to 3 plus root 2 plus 3 minus 2. അപ്പോൾ ഈ റൂട്ട് 2ഉം മൈനസ് റൂട്ട് 2ഉം കട്ടായപ്പോൾ നമുക്ക് ആൻസർ 6 എന്ന് കിട്ടിയില്ലേ. ഇനി പ്രോഡക്റ്റ് എന്താണ് പ്രോഡക്റ്റ്? പ്രോഡക്റ്റ് ഇസ് ഈക്വൽ ടു 3 പ്ലസ് റൂട്ട് 2 ഇൻറ്റു 3 മൈനസ് റൂട്ട് 2. അപ്പോൾ എ പ്ലസ് ബിൻ്റെ എ മൈനസ് ബി എന്താ ഉണ്ടാവുക? എ സ്ക്വയർ 3 സ്ക്വയർ മൈനസ് റൂട്ട് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 9 മൈനസ് 2 ഇസ് ഈക്വൽ ടു 7. 3ൻ്റെ സ്ക്വയർ ആണ് 6 എന്ന് വിചാരിക്കരുത് കേട്ടോ. 3ൻ്റെ സ്ക്വയർ 3 × 3 9 ആണ്. റൂട്ട് 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് 2 × റൂട്ട് 2 2 ആണ്. സോ അപ്പോൾ നമുക്ക് എന്താ ഇക്വേഷൻ നമ്മളെ പോളിനോമിയലിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്താ? എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് സീറോസ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ്. ഇതാണ് നമ്മളെ പോളിനോമിയലിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് സമ്മത്തിന് 6 ആണ്, എക്സ് പ്ലസ് പ്രോഡക്റ്റ് എത്രയാണ്? 7 ആണ്. സോ ദിസ് ഈസ് ദ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ദ പോളിനോമിയൽ. ഇതാണ് നമ്മോട് കാണാൻ പറഞ്ഞ പോളിനോമിയൽ. എല്ലാവർക്കും ആൻസർ കിട്ടിയല്ലോ? യെസ്, ഇതിൻ്റെ ആൻസർ കൃത്യമായിട്ട് എഴുതി വെക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. തേർഡ് ക്വസ്റ്റ്യൻ, find quadratic polynomial whose zeros are 3 plus root 5 by 5 3 minus root 5 by 5. ഇതാണ് സീറോസ്. ആ ഫസ്റ്റ് തന്നെ നമ്മൾ സമ്മ് കാണാം. സമ്മ് ഇസ് ഈക്വൽ ടു 3 plus root 5 by 5 plus 3 minus root 5 by 5. രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ഒരു കോമൺ ഡിനോമിനേറ്റർ എഴുതുക. ഇതും ആഡ് ചെയ്യുകയാണെങ്കിൽ എന്താ കിട്ടുക? 3 plus root 5 plus 3 minus root 5. കാരണം ഡിനോമിനേറ്റർ സെയിം ആയാൽ ന്യൂമറേറ്റർ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ഈ റൂട്ട് 5ഉം ഈ റൂട്ട് 5ഉം കട്ടായി. സോ ദ സം ഈസ് 6/5. ഇനി നമ്മൾ പ്രൊഡക്റ്റ് ചെയ്താണ്. നോക്കൂ, പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ 3 plus root 5 by 5 into 3 minus root 5 by 5. അപ്പോൾ മുകളിൽ 3 plus root 5 into 3 minus root 5 എന്ന് മുകളിൽ വരും. താഴെ 25 തരും, കാരണം 5 × 5 25 ആണ്. ആ മുകളിൽ എന്താ വരിക? 3 square minus root 5 whole square by 25. എ പ്ലസ് ബി മൈനസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇത് എത്ര? 9 ആണ്. 9 minus 5 എത്ര? 4 ആണ് കിട്ടുക. സോ 4/25 ആണ് ഇതിൻ്റെ പ്രൊഡക്റ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയതുപോലെ എക്സ് സ്ക്വയർ മൈനസ് സമ്മ് ഇൻറ്റു എക്സ് പ്ലസ് പ്രൊഡക്റ്റ് എന്നാണ് കിട്ടുക. ഇങ്ങനെ എഴുതിയാൽ ഇത് മതി. പക്ഷെ ഒന്നും കൂടി സ്റ്റാൻഡേർഡാക്കി എഴുതുമ്പോൾ നോക്കൂ, ഇവിടെ 25 ആണ്, ഇവിടെ 5 ആണ്, ഇവിടെ ഡിനോമിനേറ്ററിൽ 1 ആണ്. അപ്പോൾ ഒറ്റ ഡിനോമിനേറ്റർ ആക്കാൻ വേണ്ടി ഇവിടെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ഇവിടെ 25. അപ്പോൾ എത്ര കിട്ടും? 25x²/25. പിന്നെ ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 30x/25. ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ പ്ലസ് 4/25. ഇത് നമുക്ക് 1/25 കൊണ്ട് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 1/25 ഡിനോമിനേറ്ററിലാണ് 25, അതുകൊണ്ടാണ് 1/25 വരുന്നത്. അപ്പോൾ തൊട്ട് നമുക്ക് 25x² - 30x + 4 എന്ന് കിട്ടുക.
ഈ ബ്രാക്കറ്റിനുള്ളിൽ ഇതാണ് പി ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് കിട്ടേണ്ട പോളിനോമിയൽ എന്താണ്? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 25x² മൈനസ് 30x പ്ലസ് 4 എന്നാണ് നമ്മുടെ ആൻസറായിട്ട് വരിക. പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഇതാണ് തേർഡ് പ്രോബ്ലം. അടുത്ത ക്വസ്റ്റ്യൻ, വെരിഫൈ ഫോർത്ത് പ്രോബ്ലം, വെരിഫൈ 2, 3, 1/2 are zeros of 2x³ minus 11x² plus 17x minus 6. ഇതിൻ്റെ സീറോസ് ആണോ എന്ന് വെരിഫൈ ചെയ്യണം. ഇങ്ങനെ ഒരു ചോദ്യം സാധാരണ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പി ഓഫ് എക്സ് എഴുതുക. വാട്ട് ഈസ് പി ഓഫ് എക്സ്? 2x³ മൈനസ് 11x² പ്ലസ് 17x മൈനസ് 6. ഇനി നമ്മൾ പി ഓഫ് 2 കാണാം. പി ഓഫ് 2 ഈക്വൽ എന്താണ്ടാവുക? 2 × 2³ 11 × 2² പ്ലസ് 17 × 2 മൈനസ് 6 എന്ന് പറഞ്ഞാൽ പി ഓഫ് 2 എന്താ? എക്സിൻ്റെ സ്ഥാനത്തൊക്കെ 2 കൊടുക്കും. എന്തിനാണ് നമ്മൾ പി ഓഫ് 2 കാണുന്നത്? പി ഓഫ് 2 0 ആയാൽ 0 ആണ്. അപ്പോൾ ഇത് 8 ആണ്. ഇത് 6 അല്ല കേട്ടോ, 8 ആണ്. 8 × 2 16 മൈനസ് ഇത് 4 ആണ്. 4 × 11 44 പ്ലസ് ഇതോ 34 മൈനസ് 6. അപ്പോൾ 34 16 ആണ് പോസിറ്റീവ് വാല്യൂസ്. 34 60 ആണ്. ഇത് എത്ര? 50 ആണ്. 50 മൈനസ് ഇതും 50 ആണ്, ഈക്വൽ ടു 0. അപ്പോൾ 0 കിട്ടി. അതുകൊണ്ട് എന്താണ്? therefore 2 ഈസ് എ 0. അപ്പോൾ നമുക്ക് 2 0 ആണെന്ന് ഉറപ്പായി. ഇനി 3 0 ആണെന്നുള്ളതിന് എന്ത് ചെയ്യണം? നമ്മൾ പി ഓഫ് 3 കാണാം. വാട്ട് ഈസ് പി ഓഫ് 3? 2 × 3³ മൈനസ് 11 × 3² പ്ലസ് 17 × 3 മൈനസ് 6. അപ്പോൾ നമുക്കിതിനെ ഈക്വൽ ടു ഇത് 27 ആണല്ലേ, 27 × 2 54 മൈനസ് ഇത് 9 ആണ്, 99. ഇത് 51 ആണ്, മൈനസ് 6 ആണ്. അപ്പോൾ 51 ഉം 54 എത്ര കിട്ടുക? ആൻസർ 105 ആണ്. മൈനസ് ഇതും 105 ആണ്, ഈക്വൽ ടു 0. therefore 3 ഈസ് എ 0. അപ്പോൾ 3 നമുക്ക് എന്തായി? 0 ആണെന്ന് ക്ലിയർ ആയി. ഇനിയൊക്കെ പി ഓഫ് 1/2 കൂടി കാണാം. പി ഓഫ് 1/2, വാട്ട് ഈസ് പി ഓഫ് 1/2? 2 × 1/2 whole cube മൈനസ് 11 × 1/2 whole square പ്ലസ് 17 × 1/2 മൈനസ് 6. അപ്പോൾ ഇത് 2 × 1/8 മൈനസ് 11 × 1/4 പ്ലസ് 17/2 മൈനസ് 6 കിട്ടും. അപ്പോൾ നോക്കൂ, ഇത് രണ്ടും കട്ട് ചെയ്താൽ 1/4. അപ്പോൾ 1/4 ഇവിടെ ശ്രദ്ധിക്കാം. 1/4 മൈനസ് 11/4 പ്ലസ് 17/2 മൈനസ് 6. അപ്പോൾ 1 മൈനസ് 11 മൈനസ് 10/4 പ്ലസ് 17/2 മൈനസ് 6. അപ്പോൾ ഇത് മൈനസ് 5/2 എന്നാണ് കിട്ടുക അല്ലേ. മൈനസ് 5/2 പ്ലസ് 17/2 മൈനസ് 6. അപ്പോൾ 17 5 വർഷം 12 ആണ്. 12/2 എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പം നമുക്ക് കിട്ടി 6 മൈനസ് 6 വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എന്തായി? 1/2 ഈസ് ഓൾസോ എ 0. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഈ 3 വാല്യൂസും ഇതിൻ്റെ സീറോസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. സോ ദിസ് ഈസ് ദ ആൻസർ ഓഫ് ദിസ് പ്രോബ്ലം. ഓക്കെ, ഇനി നമുക്ക് 5th പ്രോബ്ലമാണ് ചെയ്യാം. അടുത്ത
അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 5th പ്രോബ്ലം. ഈ ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ഇഫ് ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ of x square plus px plus q are double, എല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുക, ആർ ഡബിൾ ഇൻ വാല്യൂ ടു ദ സീറോസ് ഓഫ് of 2x square minus 5x minus 3. Find the value of p, q. ഇതാണ് നമ്മൾ ചോദ്യം. എന്താണ്? അതായത് എക്സ് സ്ക്വയർ പ്ലസ് പി എക്സ് പ്ലസ് ക്യൂ എന്ന പോളിനോമിയലിൻ്റെ 0, 2x സ്ക്വയർ മൈനസ് 5x മൈനസ് 3 എന്ന പോളിനോമിയലിൻ്റെ 0 ഇവിടെ ഡബിളാണ്. അങ്ങനെയാണെങ്കിൽ പിൻ്റെയും ക്യൂവിൻ്റെയും വാല്യൂ എന്താണെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ആൽഫ കോമ ബീറ്റ ആർ സീറോസ് ഓഫ് 2x സ്ക്വയർ മൈനസ് 5x മൈനസ്, ഇത് രണ്ടിൻ്റെ ഈ പോളിനോമിയലിൻ്റെ സീറോസാണ് ആൽഫ ബീറ്റ എന്ന് വിചാരിക്കും. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എന്താ? വാട്ട് ഈസ് ആൽഫ പ്ലസ് ബീറ്റ? മൈനസ് ബി ബൈ എ. അപ്പോൾ നമുക്ക് 5/2 കിട്ടും. ആൽഫ ബീറ്റ എന്താണ്? സി ബൈ എ മൈനസ് 3/2 എന്നാണ് കിട്ടുക. ഈ രണ്ട് വാല്യൂസാണ് നമുക്ക് കിട്ടുക. ഇനി ഇതിൻ്റെ സീറോയുടെ, അതായത് ഈ പോളിനോമിയലിൻ്റെ സീറോയുടെ ഡബിളാണ് ഇതിൻ്റെ സീറോസ്. അപ്പം ഇവിടെ ആൽഫ ബീറ്റ എടുത്തുകൊണ്ട് 2 ആൽഫ കോമ 2 ബീറ്റ ആർ സീറോസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് പി എക്സ് പ്ലസ് ക്യൂ അങ്ങനെ ആയിരിക്കും. ഇതിൻ്റെ സീറോയുടെ ഡബിളാണ് ഇതിൻ്റെ സീറോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി ഇതിൻ്റെ സമ്മാണ് 2 ആൽഫ പ്ലസ് 2 ബീറ്റ ഈക്വൽ ടു മൈനസ് ബി ബൈ എ എന്ന് പറയുമ്പോൾ മൈനസ് ബി എന്ന്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഇതിൻ്റെ സമ്മ് മൈനസ് ബി ബൈ എ ഇങ്ങനെ കിട്ടും. അപ്പോൾ 2 ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു മൈനസ് പി. ആൽഫ പ്ലസിൻ്റെ 5/2 ആണല്ലോ. 2 ഇൻറ്റു 5/2 ഈക്വൽ ടു മൈനസ്. അപ്പോൾ ഇത് കട്ടായി കഴിഞ്ഞാൽ പി ഈക്വൽ ടു -5 എന്നാണ് വരിക. അതേപോലെ 2 ആൽഫ ഇൻറ്റു 2 ബീറ്റ ഈക്വൽ ടു, ഇതിൻ്റെ പ്രോഡക്റ്റ് എന്താണ്? സി ബൈ എന്ന് പറയുമ്പോൾ ക്യൂ ബൈ 1 അഥവാ ക്യൂ എന്ന് കിട്ടും. ഇതാണ്. അപ്പോൾ 4 ആൽഫ ബീറ്റ ഈക്വൽ ടു ക്യൂ. വാട്ട് ഈസ് 4 ആൽഫ ബീറ്റ? 4 ഇൻറ്റു ആൽഫ ബീറ്റ മൈനസ് 3/2 ഈക്വൽ ടു ക്യൂ ആണ്. ഇത് രണ്ടും കട്ടായാൽ ക്യൂ ഈക്വൽ ടു -6 എന്ന് കിട്ടി. അപ്പോൾ പിയുടെ വാല്യൂ കിട്ടി, ക്യൂയുടെ വാല്യൂ കിട്ടി. പി എത്രയാണ്? -5 ആണ്, ക്യൂ -6 ആണ്. എല്ലാവരും എഴുതിയിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? യെസ്. ഇനി നമുക്ക് 6th പ്രോബ്ലമാണ് ചെയ്യാം. സിക്സ്ത് പ്രോബ്ലം നോക്കാം. ഷോ ദാറ്റ് show that 1/2 and -3/2 are zeros of 4x square plus 4x minus 3 and verify the relationship വെരിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4x സ്ക്വയർ പ്ലസ് 4x മൈനസ് 3 പി ഓഫ് 1/2. എന്താ പി ഓഫ് 1/2? 4 ഇൻറ്റു 1/2 ഹോൾ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 1/2 മൈനസ് 3. പി ഓഫ് 1/2 പറയുമ്പോൾ ഇതിന് 1/2 കൊടുക്കുന്നു, ഇതിന് 1/2 കൊടുക്കുന്നു. അപ്പോൾ 30 നമുക്ക് 4 ഇൻറ്റു
1/4 പ്ലസ് ഇതൊന്നും കട്ടായാൽ 2 തരും -3 തരും. ഇതും കട്ടായി. അപ്പോൾ 1 + 2 3 - 3 0. അപ്പോൾ എന്താണ് therefore 1/2 is a 0. ഇനി നമുക്ക് P of -3/2 ആണ്. P of -3/2 എന്താ 4 × -3/2 whole square plus 4 × -3/2 -3. അപ്പോൾ 4 × 9/4 മൈനസ്, എന്തുകൊണ്ടാണ് മൈനസ് ചെയ്താൽ കാരണം ഈ മൈനസ് ഉള്ളതുകൊണ്ട് കേട്ടോ. ഈ ഇതും കട്ടായപ്പോൾ ഇവിടെ ഇതൊന്നും കട്ടാകുമ്പോൾ 2 എന്ന് വരും. 2 × -3 -6 -3. ഇതൊന്നും കട്ടായി. -3 -3 -9 ആണ്. അപ്പോൾ 9 - 9 എത്ര ടി 0 ടി. therefore -3/2 is a 0. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പ്രോബ്ലത്തിന് ആൻസറായി ഇത് വെരിഫൈ ചെയ്തു. ഇത് 0 ആണെന്ന് നമ്മൾ ഷോ ചെയ്തു. ഇനി നമുക്ക് അടുത്ത എന്താണ് റിലേഷൻഷിപ്പ് വെരിഫൈ ചെയ്യണം. റിലേഷൻഷിപ്പ് വെരിഫൈ ചെയ്യണം. ഓക്കെ, റിലേഷൻഷിപ്പ് വെരിഫൈ ചെയ്യണം. റിലേഷൻഷിപ്പ് വെരിഫൈ ചെയ്യാൻ ഒന്നാമത്തെ 0 ആൽഫയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആൽഫ = 1/2. രണ്ടാമത്തെ 0 ബീറ്റ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ -3/2. ഇനി ഒന്നാമത്തെ റിലേഷൻഷിപ്പ് എന്താ ആൽഫ + ബീറ്റ = -b/a. അതാണ് വെരിഫൈ ആണ്. അപ്പോൾ ആൽഫ + ബീറ്റ = 1/2 + -3/2 ഈക്വൽ ടു 1ഉം -3 ആഡ് ചെയ്താൽ -2/2 = -1. ഇനി -b/a എന്ന് പറയുമ്പോൾ തൊട്ടും മൈനസ് ഓഫ് വാട്ട് ഈസ് ബി. ബി എന്ന് പറഞ്ഞാൽ 4 ആണ്. എ എന്ന് പറഞ്ഞാലും 4 ആണ്. അപ്പോൾ തൊട്ട് നമുക്ക് -1. therefore വെരിഫൈഡ്. ഇത് വെരിഫിക്കേഷൻ കഴിഞ്ഞു. therefore നമുക്ക് എന്ത് മനസ്സിലായി ആൽഫ + ബീറ്റ = -b/a. ആൽഫ ബീറ്റ = c/a. ഇതാണ് രണ്ടാമത്തെ റിസൾട്ട്. വാട്ട് ഈസ് ആൽഫ ബീറ്റ? ആൽഫ ബീറ്റ = 1/2 × -3/2. ഇതാണ് ആൽഫ, ഇതാണ് ബീറ്റ. വിച്ച് ഈസ് ഈക്വൽ ടു -3/4. c/a എന്ന് പറയുമ്പോൾ എന്താണ് വാട്ട് ഈസ് c ഹിയർ? -3/a എന്ന് പറഞ്ഞാൽ 4. therefore ഇറ്റ് ഈസ് ഓൾസോ വെരിഫൈഡ്. അപ്പോൾ നമുക്ക് എന്താ രണ്ടാമത്തെ റിസൾട്ടും നമ്മൾ വെരിഫൈ ചെയ്തു. ഇതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലം. ഇനി നമുക്ക് 7th പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഓക്കെ, 7th problem. Find the value of b. Find the value of b for which 2x + 3 is a factor of 2x³ + 9x² - x - b. ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. 2x + 3 ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഒരു നോട്ട് എഴുതുക. ഈ ചോദ്യം ചെയ്യാനൊരു നോട്ട് അറിയണം. എന്താ നോട്ട്? ഇഫ് ax + b is a factor of p of x, then p of -b/a = 0. ഇതാണ് ഫാക്ടർ തിയറം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എല്ലാം മനസ്സിലാക്കുക, ax + b ഫാക്ടർ ആണെങ്കിൽ p of -b/a 0 ആയിരിക്കും. അപ്പോൾ ax + b സ്ഥാനത്ത് എന്താ അവിടെ തന്നിട്ടുള്ളത്? 2x + 3 ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇഫ് 2x + 3 ഈസ് എ ഫാക്ടർ, ദെൻ അപ്പോൾ എന്താ വരിക? p of -b എന്ന് പറയുമ്പോൾ -3/2 = 0 ആയിരിക്കും. ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ p of x നമുക്ക് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് p of x? = 2x³ + 9x² - x - b. ഇതാണ് p of x. ഇനി p of -3/2 =
2 into minus 3 by 2 whole cube plus 9 into minus 3 by 2 whole square minus of minus 3 by 2 minus b. ഇതാണ് p of minus 3 by 2. 2 into minus 3 by 2 whole square plus 9 into minus 3 by 2 whole square minus minus 3 by 2 minus b. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടുക? 2 into ഇതിൻ്റെ വാല്യൂ minus 27 by 8 plus 9 into 9 by 4 plus 3 by 2 minus b. അപ്പോൾ ഇതൊന്ന് കട്ടായി, ഇവിടെ 4 ആയി. അപ്പോൾ minus 27 by 4 plus 81 by 4 plus 3 by 2 minus b. ഇതിൻ്റെ വാല്യൂ 0ലേക്ക് കിട്ടിയ p of minus 3 0. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇതാ ഇതിൽ നിന്ന് മൈനസ് ചെയ്ത് കിട്ടും 54 നല്ല കിട്ടുക 54ന്ന് 27 മൈനസ് ചെയ്യുമ്പോഴാണ് 81 കിട്ടുക. അല്ല 54 മൈനസ് 27 അല്ല, ഇത് രണ്ടോട്ട് ആഡ് ചെയ്താൽ വലുതിൽ നിന്ന് ചെറുത് തുറക്കുക. അതിന് 54 അല്ലേ? യെസ്, 54 by 4 പ്ലസ് 6 by 4, കാരണം 3 by 2 പറയുമ്പോൾ 6 by 4 ആണ്, ഈക്വൽ ടു ബി എന്നാണ് വരിക. അപ്പോൾ 60 by 4 ഈക്വൽ ടു ബി, ബി ഈക്വൽ ടു 15. അപ്പോൾ ബിയുടെ വാല്യൂ എത്രയാണ് കിട്ടിയത്? 15 ആണ് ബിയുടെ വാല്യൂ കിട്ടട്ടോ. അതൊന്ന് എഴുതിയെടുക്കുക. ഫ്രാക്ഷൻ സിംപ്ലിഫൈ ചെയ്യാൻ നിങ്ങൾ പഠിച്ചാണ് ലോവർ ക്ലാസ്സിൽ. അപ്പോൾ അതേപോലെ എന്ത് ചെയ്താൽ മതി, ചെയ്ത് മനസ്സിലാക്കിയാൽ മതി. ക്ലിയർ ആയാലും എല്ലാവർക്കും? യെസ്. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കാം. If 2 and minus 3, ക്വസ്റ്റ്യൻ നമ്പർ എനിക്ക് ഓർമ്മയില്ല ഏതാ. If 2 and minus 3, 2 and minus 3 are zeros of x square plus a plus 1 into x plus b. Find the values of a and b. 2 and minus 3 are zeros of x square plus a plus 1 into x plus b. Find the values of a. നോക്കൂ, ഇതാണ് നമ്മൾ p of x. p of x is equal to x square plus a plus 1 into x plus b. അല്ലേ? ഇനി നമുക്ക് ഏതൊക്കെയാണ് സീറോസ്? 2, minus 3 are zeros. ഒരു 0 2 ആണ്, വേറെ 0 minus 3. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? p of 2 കാണാം. p of 2 ഈക്വൽ ടു 0 ആയിരിക്കും, p of minus 3യും 0 ആയിരിക്കും. ഇതാണ് രണ്ട് ഇക്വേഷൻ. ഇതൊരു ഒന്നാമത്തെ ഇക്വേഷൻ, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. p of 2 ഈക്വൽ ടു 0. എന്താ p of 2 ആണല്ലേ? നമ്മുടെ എഴുതാം 2 സ്ക്വയർ a plus 1 into 2 plus b equal to 0. p of 2 ആണെങ്കിൽ എക്സിൻ്റെ സ്ഥാനത്തൊക്കെ 2 കൊടുക്കാം. 2 സ്ക്വയർ a plus 1 into 2 plus b. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എന്താക്കാം? 4 2a plus 2. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 into a 2a plus b equal to 0. എന്ന് പറഞ്ഞാൽ 2a plus b ഇത് ആഡ് ചെയ്തു, 4 into ആഡ് ചെയ്ത 6 plus 6 equal to 0. എന്ന് പറഞ്ഞാൽ 2a plus b equal to minus 6, ഇക്വേഷൻ നമ്പർ 1. ഇനി അതേപോലെ p of minus 3 ആണ്. p of minus 3 എന്താണ്? minus 3 whole square plus a plus 1 into minus 3 plus b. This is 9. ഇതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ minus 3a. ഇതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ minus 3 plus b equal to 0. ഇങ്ങനെ ഇട്ട് ഇത് 9 ആയി, minus 3 ആയി, minus 3 ആയി, plus b ആയി, minus 3a plus b. 9 3 6 ആണ്, plus 6 equal to 0.
അപ്പോൾ -3a + b = -6. -3a + b = -6. ഇക്വേഷൻ നമ്പർ 2. അപ്പം -3a + b = -6. ഇനി എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ മൈനസ് ചെയ്യുക. 2a - -3a എന്ന് പറയുമ്പോൾ 5a. ഇതിൽ നിന്ന് മൈനസ് ചെയ്യട്ടോ. ഇക്വേഷൻ 1 - ഇക്വേഷൻ 2. അപ്പം 2 - -3a ബി എന്ന് വിചാരിച്ചാൽ പോയി = ഇതിൽ നിന്ന് കൊടുത്താലോ 0 ആയി. അപ്പോൾ a = 0 കിട്ടി. ഒരു വാല്യൂ 0 ആണ്. എയുടെ വാല്യൂ 0. അപ്പോൾ എയുടെ വാല്യൂ 0 എടുത്താൽ എന്താ കിട്ടുക? 2 × 0 + b = -6, b = -6. അപ്പം നമുക്ക് എത്ര കിട്ടി? എയുടെ വാല്യൂ 0 കിട്ടി, ബിയുടെ വാല്യൂ -6 കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഇഫ് ആൽഫ, ബീറ്റ ആർ zeros of a polynomial such that alpha plus beta = 6, alpha beta = 4, then write the polynomial. അപ്പോൾ നമുക്കറിയാം പോളിനോമിയൽ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ x² - ആൽഫ + ബീറ്റ × x + ആൽഫ ബീറ്റ ആണ് നമുക്കറിയാം. അപ്പോൾ ഇതിൽ നേരിട്ടാണ് വില കൊടുത്തു കഴിഞ്ഞാൽ x² - ആൽഫ + ബീറ്റ 6 ആവുന്നുണ്ട്, 6x + ആൽഫ ബീറ്റ 4 എന്നുണ്ട്. ദിസ് ഈസ് ദ പോളിനോമിയൽ. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ആൽഫ, ബീറ്റ ആർ zeros of 2y² + 7y + 5, find alpha plus beta plus alpha beta. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എത്ര നമുക്ക് കിട്ടുക? -b/a -7/2. ആൽഫ ബീറ്റയോ c/a. ഇങ്ങനെ ഉണ്ട്. ഈ പോളിനോമിയലിൽ നിന്ന് രണ്ട് വാല്യൂ നമുക്ക് എഴുതിയെടുക്കാം അല്ലേ? ആൽഫ പ്ലസ് ബീറ്റ -b/a, ആൽഫ ബീറ്റ c/a. ഇനി നമ്മോട് ചോദിച്ചാൽ എന്താണ്? ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ആൽഫ ബീറ്റ എന്നിട്ട് നമുക്ക് -7/2 + 5/2 = -1 ആണ് കിട്ടുക അല്ലേ? -1. So the answer is -1. അടുത്ത ക്വസ്റ്റ്യൻ. If 1 0 of x² - 4x + 1 is 2 + √3, find the other 0. അങ്ങനെ ചോദ്യം സാധാരണ ചോദിക്കാറ് കേട്ടോ. സിമ്പിളാണ്. ഒരു 0 തന്നിട്ട് മറ്റേ 0 കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്ക് എളുപ്പമാണ്. ഒരു 0 എന്താണ്? 2 + √3 ആണ്. മറ്റേ 0 എന്താണ്? ഒരു ബീറ്റ ആണെന്ന് വിചാരിച്ചോളൂ. സപ്പോസ് ഇതൊരു 0, ഇത് രണ്ടാമത്തെ 0. അപ്പോൾ നമ്മളെന്താ ചെയ്യുക? സമ്മ് = -b/a നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് രണ്ടിൻ്റെ സമ്മ് 2 + √3 + ബീറ്റ = -b/a. അപ്പം -4/1 ഇങ്ങനെ വരിക, -b/a. ഓക്കെ, അപ്പോൾ 2 + √3 + ബീറ്റ = 4 നട്ട്.
അപ്പോൾ ഇതിനെ രണ്ടിന് അപ്പുറത്തുണ്ട് എന്താ കിട്ടുക ബീറ്റ ഈക്വൽ ടു 4 മൈനസ് 2 മൈനസ് √3 അഥവാ 2 മൈനസ് √3. നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയം, ഒരു റാഡിക്കലായിട്ട് ഒരു 0 വന്നു കഴിഞ്ഞാൽ ആ റാഡിക്കലിൻ്റെ കോൺജുഗേറ്റ് ഫോമിലായിരിക്കും എന്തുണ്ടാകുക, അതിൻ്റെ മറ്റേ 0 ഉണ്ടാവുക എന്ന് സാന്ദർഭികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇതാണ് ഇതിൻ്റെ ആൻസർ. യെസ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് നമ്മൾ ഈ 10 years ക്വസ്റ്റ്യൻ പേപ്പറിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഫോർ വാട്ട് വാല്യൂ ഓഫ് കെ, ഫോർ വാട്ട് വാല്യൂ ഓഫ് കെ, comma 3 is a 0 of 3 is a 0 of 2x square plus x plus k. For what value of k is 3 is a 0 of the polynomial 2x square plus x plus k. അപ്പോൾ 3 ഒരു 0 ആണെങ്കിൽ ഇതാണ് പി ഓഫ് എക്സ്. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് കെ. നമ്മൾ പി ഓഫ് 3 ഈക്വൽ ടു 0 എന്താണ് കാരണം, 3 ഒരു 0 തന്നിട്ടുണ്ട്. അപ്പോൾ 2 ഇൻറ്റു 3 സ്ക്വയർ പ്ലസ് 3 പ്ലസ് കെ ഈക്വൽ ടു 0. ഇത് 9 ആണ്, 9 ഇൻറ്റു 18 ആണ്. 18 പ്ലസ് 3 പ്ലസ് കെ ഈക്വൽ ടു 0, കെ ഈക്വൽ ടു -21. കാരണം അത് ആഡ് ചെയ്യുമ്പോൾ 21 ആണ്, അപ്പുറത്ത് പോകുമ്പോൾ -21 കിട്ടി. സോ ദ ആൻസർ ഈസ് -21. അപ്പോൾ നമ്മൾ ലാസ്റ്റ് 10 years CBSE ബോർഡ് ചോദിച്ച എല്ലാ ചോദ്യങ്ങളുടെയും ആൻസർ നമ്മൾ എഴുതിയെടുത്തു. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ശരിക്കും മുന്നിൽ വെച്ചിട്ട് നന്നായിട്ട് പഠിക്കുക. എന്നിട്ട് നമുക്ക് ഇതേപോലെ അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കാം കേട്ടോ. ഓക്കെ, ബൈ.